വ്യാജരേഖ ചമച്ച് 22 പേർ ജോലിയിൽ പ്രവേശിച്ച ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ 2 ഇടത് യൂണിയൻ നേതാക്കൾ ക്രമക്കേട് നടത്തി ജോലിയിൽ തുടരുന്നുവെന്ന പരാതി. മാനേജ്മെന്റ് അന്വേഷിച്ചുവെങ്കിലും പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. അതേസമയം ഈ 2 പേരും വ്യാജരേഖകൾ ചമച്ചാണ് ജോലിയിൽ തുടരുന്നതെന്ന് കാട്ടിക്കൊണ്ട് പരാതിക്കൊപ്പം സമർപ്പിച്ച രേഖകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. കേന്ദ്ര കേരള സർക്കാരുകൾക്ക് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ നിരവധി പേർ വ്യാജരേഖ ചമച്ച് ജോലിയിൽ പ്രവേശിച്ചിരുന്നു. 10ാം ക്ലാസ് പാസ്സാകാത്തവർക്കുള്ള തസ്തികയിലേക്ക് ബിരുദമടക്കം അധിക യോഗ്യതയുള്ള നിരവധി പേരാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കയറിപ്പറ്റിയത്. വിജിലൻസ് അന്വേഷണം നടന്നു. 22 പേർ വ്യാജരേഖ ചമച്ച് ജോലി നേടിയതായി കണ്ടെത്തി. 2017-ൽ 19 പേരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ 3 ഇടത് യൂണിയനിൽപ്പെട്ടവരെ പുറത്താക്കിയില്ല. ഇവർക്ക് 2018-ൽ പ്രൊമോഷൻ നൽകി. ഈ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിനിടെയാണ് വേറെയും വ്യാജ സർട്ടിഫിക്കറ്റ് പരാതി ഓയിൽ പാമിൽ ഉയരുന്നത്. ഇടത് യൂണിയൻ നേതാക്കളായ റോയ്മോൻ, അജിമോൾ എസ് എന്നിവർക്കെതിരെയാണിത്. പരാതിയെക്കുറിച്ച് കമ്പനി അന്വേഷിച്ചു. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. പരാതിയുടെ കൂടെ സമർപ്പിച്ച രേഖകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് കിട്ടി. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകൾ പ്രകാരമായിരുന്നു പരാതി. സ്കൂളുകളിൽ നിന്ന് കിട്ടിയ വിവരാവകാശ മറുപടിയിൽ റോയ്മോനും അജിമോളും SSLC പാസ്സായിട്ടുണ്ട്. റോയ്മോൻ ആദ്യ തവണ പരീക്ഷ എഴുതിയപ്പോൾ തോറ്റെങ്കിലും അടുത്ത കൊല്ലം ജയിച്ചെന്നാണ് വിവരാവകാശ മറുപടി. അജിമോൾ S എന്ന വിദ്യാർത്ഥിയാണ് അവിടെ പഠിച്ചത്. അജിമോൾ A എന്ന ആൾ അവിടെ പഠിച്ചിട്ടില്ല. പക്ഷേ അജിമോൾ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൽ ഇംഗ്ലീഷിൽ എഴുതിയ സ്ഥലത്ത് അജിമോൾ A എന്നും മലയാളത്തിൽ എഴുതിയ സ്ഥലത്ത് അജിമോൾ S എന്നുമാണ് ഇപ്പോഴും ഫയലിലുള്ളത്. ഈ 2 പേരും 2018-ൽ പ്രൊമോഷൻ നേടുകയും ചെയ്തു. അജിമോളും റോയ്മോനും 10ാം ക്ലാസ് പാസ്സായില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും കമ്പനി. ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം കഴിയുമെന്നിരിക്കെ അനധികൃതമായി കയറിയവരെല്ലാം സംരക്ഷിക്കുകയാണ് ഓയിൽ പാം. ജോലിയിൽ കയറിപ്പറ്റിയവരെല്ലാം യൂണിയൻ നേതാക്കൾ കൂടിയായതോടെ യഥേഷ്ടം പ്രൊമോഷനും കൊടുക്കുകയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.